സർ, മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ എം കെ മുനീറിന്റെ ജപ്തി ബാധ്യത അല്ലെങ്കിൽ ജപ്തി ഭീഷണി ഒഴിവാക്കി കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ്. നമുക്കറിയാം, ഏകദേശം 49 അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ അടുത്തോ ആണ് മുസ്ലിം ലീഗിന്റെ തന്നെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത എം കെ മുനീറിനെ ആ ഒരു ജപ്തി ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. യഥാർത്ഥത്തിൽ എം കെ മുനീറിനെ പോലെയുള്ള മന്ത്രി കൂടിയായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇത്രയേറെ ലക്ഷങ്ങൾ കടബാധ്യതയുള്ള ഒരാളായി മാറുന്നു. പക്ഷേ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ കൈവിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ വിലയിരുത്താം? എം കെ മുനീർ എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലെ വളരെ സീനിയറായ ഒരു നേതാവിന് ഇത്തരത്തിലുള്ള ഒരു കടബാധ്യത എങ്ങനെ വന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ വെച്ച് നോക്കുമ്പോൾ അത് വന്നതിന് ഒരു അത്ഭുതവുമായിട്ടും നമുക്ക് കാണേണ്ടതില്ല. കാരണം ഈ എം കെ മുനീർ എന്ന വ്യക്തിയെ എടുത്തു പറയുമ്പോൾ ഞാൻ കേരളത്തിലെ മൊത്തം എല്ലാ പാർട്ടിയിലെ രാഷ്ട്രീയക്കാരെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം. ഇവിടെ അധികാരത്തിൽ വരാത്ത പാർട്ടിയാണ് NDA. അതിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഈ NDAയുടെ പ്രധാന കക്ഷിയാണ് BJP. ഈ BJP പ്രസിഡന്റ് മുതൽ BJPയുടെ ഇപ്പോൾ മത്സരിക്കുന്ന സീനിയർ നേതാക്കളൊക്കെ തന്നെ, ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, അവരുടെ മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ മൊബൈൽ എടുത്ത് മറുപടി പറയുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അവർ പറയണം, ഇൻക്ലൂഡിങ് BJP പ്രസിഡന്റ്. പറയും ഞങ്ങൾ ഭയങ്കര ബിസിയാണ്, അതാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ അനുഭവം പറയാണ്, എൻ്റെ അല്ല പലരുടെയും അനുഭവം പറയാണ്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ BJPയുടെ നേതാവ് പോലും അവരുടെ മൊബൈൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നൊരു മര്യാദ അവർ കാണിക്കാറില്ല, തിരിച്ചു വിളിക്കാറില്ല. എന്നാൽ എൻ്റെ അനുഭവം പറയുകയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കും, അഥവാ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. പക്ഷെ എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫോൺ എടുക്കില്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല, അങ്ങനെയുള്ള പല നേതാക്കളെ എപ്പോ ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കും, അത് ഉത്തരം നൽകും, മറുപടി പറയും. ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത് ഭരണത്തിലേ ഇന്നേ വരെ വരാത്ത BJP നേതാക്കളാണ്. ഒരാളും ഫോൺ എടുക്കില്ല, മറുപടി പറയുകയുമില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് എടുത്താൽ ഭാഗ്യം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എം കെ മുനീർ എന്ന് പറയുന്ന ഈ ലീഗിന്റെ നേതാവ്, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അതായത് ഒരു 10 കൊല്ലം 15 കൊല്ലം മുന്നേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം അന്ന് സാമൂഹ്യ വകുപ്പോ പൊതുമരാമത്ത് വകുപ്പോ മന്ത്രിയാണ്. ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ മൊബൈലിൽ വിളിക്കുന്നു. രണ്ടാമത്തെ റിങ്ങിന് അദ്ദേഹം ഫോൺ എടുക്കുന്നു, കാര്യം ചോദിക്കുന്നു, നോട്ട് ചെയ്യുന്നു. ഉടൻ തന്നെ ഞാൻ അതിൽ ഇടപെടാമെന്ന് എന്നോട് പറയുന്നു, ഫോൺ കട്ട് ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് അതിനൊരു കറക്റ്റ് റിപ്ലൈ കിട്ടാതായപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹം ഫോൺ എടുക്കുന്നു. അദ്ദേഹം അയ്യോ അതൊന്നും ഉണ്ടായില്ലേ, ഞാൻ എൻ്റെ PA മൂസയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കാര്യം ചെയ്യ് നിങ്ങൾ. അദ്ദേഹം എനിക്ക് മൂസയുടെ നമ്പർ തരുന്നു, മൂസയെ കൂടി വിളിക്കാൻ പറയുന്നു. ഞാൻ മൂസയെ വിളിക്കുന്നു, ആ കാര്യം ആ സ്പോട്ടിൽ ചെയ്യുന്നു. അത് ഒരു കള്ളത്തരോ കൈക്കൂലി അങ്ങനെയൊന്നുമില്ല, നിസാര ഒരു കാര്യം, ഒരു ഫയൽ നീങ്ങേണ്ട ഒരു കാര്യം. അപ്പോ ഇത്തരത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കി, ഇങ്ങനെ പെരുമാറാൻ കഴിയുന്ന, അതായത് വളരെ സുതാര്യമായിട്ട്, അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയപ്പോഴാണ് കേരളത്തില് ഈ ഹൈവേ വരുവാൻ വേണ്ടിയിട്ട് ആ മലേഷ്യൻ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്നത്. ഓർമ്മയുണ്ടല്ലോ, ആ മലേഷ്യൻ കോൺട്രാക്ടർ അവസാനം ഇവിടെ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. ആ മലേഷ്യൻ കമ്പനിയെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണക്കാരൻ ഈ എം കെ മുനീറാണ്. എപ്പോഴാണ് ആ മലേഷ്യൻ കമ്പനിയിലെ ആ കോൺട്രാക്ടർ തൂങ്ങി മരിച്ചത്? ആ ഭരണം പോയതിന് ശേഷമാണ്. അപ്പോ അന്ന് ഇവിടെ ആ ഹൈവേ പണിയുമ്പോൾ
അതായത് ഇത്രയും കേരള സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 100% കേരള സംസ്ഥാനം പണിയുന്ന ആ ഹൈവേ തുടങ്ങാൻ തുടക്കമിട്ട ആളായിരുന്നു MK മുനീർ. കാരണം നാടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം, വലുതാവണം എന്ന് ഉദ്ദേശിച്ച് തന്നെയായിരുന്നു അദ്ദേഹം ഈ ഹൈവേയുടെ പണിയായിട്ട് ഇറങ്ങിയത്. പക്ഷെ അന്ന് CPM അതിനെ ശക്തമായി എതിർത്തു. എന്തിനു പറഞ്ഞു? നമ്മുടെ അച്യുതാനന്ദൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ രാജ്യം 2 ഭാഗമാകുത്രേ. അതായത് റോഡിന്റെ ഒരു ഭാഗവും മറ്റേ ഭാഗമായിട്ട് മാറുന്നു. ഒരു വിഡിത്തരം നോക്കി. അന്ന് അത് പറഞ്ഞിട്ടായിരുന്നു DYF-കാര് റോട്ടിൽ ഇറങ്ങിയത്. രാജ്യം 2ആയി മാറും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഹൈവേയെ പറ്റാവുന്ന രീതിയിലൊക്കെ എതിർത്ത് അതിന് വേണ്ട എന്നുള്ള രീതിയിലേക്ക് ബന്ധും ഹർത്താലുകളും അവർ അന്ന് നടത്തി. എന്നാൽ പോലും പല ഭാഗങ്ങളിലും ഈ ഹൈവേയുടെ NH-66 പണികൾ ഇദ്ദേഹം ധൈര്യപൂർവ്വം എടുക്കുകയും അത് 20 കൊല്ലോ 25 കൊല്ലോ ഗ്യാരണ്ടിയോടുകൂടിയുള്ള വർക്കിന് ഈ മലേഷ്യൻ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ആ മലേഷ്യൻ കമ്പനി ഈ ഭരണം മാറിയപ്പോൾ പിന്നീട് അവർക്ക് അവരുടെ ഗഡുക്കളായ പൈസ കിട്ടാത്ത ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ കോൺട്രാക്ടർ മരിച്ച ഒരു കഥ നമ്മൾ എല്ലാവരും കണ്ടിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി യാതൊരു കൈക്കൂലിയും അദ്ദേഹം വാങ്ങിയിട്ടില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ ഈ കടം കാണുമ്പോൾ ഇവിടെ ഭരണത്തിൽ വന്ന ഒരു മന്ത്രിയും, ഇവിടെ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ ഉണ്ടായ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഇതുമാതിരി ഒരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടോ? ഈ മന്ത്രിമാര് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരുടെ ശരീര പ്രകൃതവും അവരുടെ ജീവിത രീതിയും ഇപ്പൊ മന്ത്രി 3, 4, 5 പ്രാവശ്യം മന്ത്രിയായി ഇന്ന് അവർ ജീവിക്കുന്ന രീതിയും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് MK മുനീർ. അതും അദ്ദേഹത്തിന്റെ വാപ്പ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് കൂടി എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അന്ന് കാശ്മീരിൽ പോയി 26 പേരുടെ മുണ്ട് പൊക്കി വ്യക്തത വരുത്തി, ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തി, മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊന്നപ്പോൾ, അതായത് ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ച് വെടിവെച്ച് തീവ്രവാദികൾ കൊന്നപ്പോൾ ഇവിടത്തെ മുസ്ലിം സമുദായ നേതാക്കളടക്കം, തങ്ങൾമാരടക്കം, മുക്രിമാരടക്കം ഒരക്ഷരം ഉണ്ടാതെ, ഒരു സങ്കടവും രേഖപ്പെടുത്താതെ ഇരുന്നപ്പോൾ ആദ്യമായിട്ട് അതിനെ അപലപിച്ച, അതിന് ദുഃഖം രേഖപ്പെടുത്തിയ വ്യക്തിയായിരുന്നു MK മുനീർ. അത് ഞാൻ അന്ന് നോട്ട് ചെയ്ത സംഭവമാണ്. അപ്പോ അന്ന് അദ്ദേഹം അതിനെ വളരെ ശക്തമായി വിമർശിച്ച് അതിനെതിര് പറഞ്ഞ് പ്രസ്താവന ഇറക്കി. ഒരുപക്ഷെ ഇന്ന് സീറ്റ് കിട്ടാതെ മാറി നിൽക്കേണ്ട, ഈ കൈക്കൂലി വാങ്ങാതെ കടമായിട്ട് അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നതും ചിലപ്പോ ഈ നല്ല ശുദ്ധ മനസ്സോടുകൂടിയ മനുഷ്യനായ കാരണം ആകുമെന്ന് ഞാൻ ഇപ്പോൾ കരുതുകയാണ്. കാരണം ഇത്തരത്തിലുള്ള നല്ല വ്യക്തികൾ എപ്പോ ഫോൺ വിളിച്ചാലും ആര് ചെന്നാലും അദ്ദേഹം ഇവിടത്തെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ നല്ല വാർത്തകൾ കാണിക്കാൻ, അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പത്രമുണ്ട്, മാഗസിനുണ്ട്, എല്ലാം ഉണ്ട്, അതുപോലും സത്യസന്ധമായി നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ MK മുനീർ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. അതായിരുന്നു ന്യൂ ഇന്ത്യ വിഷൻ. ആ ചാനലിന്റെ നടത്തിപ്പുമായിട്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് കടം വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തോ ആയിക്കോട്ടെ, ശുദ്ധനായ സത്യസന്ധനായ കേരള രാഷ്ട്രീയത്തിലെ നല്ലൊരു നേതാവിന്റെ മകനായ, യാതൊരു കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും ഇല്ലാതെ എപ്പോ ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഈ സ്വഭാവം എല്ലാ രാഷ്ട്രീയക്കാരും, ഇവിടെ ഫോൺ എടുക്കാതെ നടക്കുന്ന രാഷ്ട്രീയക്കാർ ഒരു മാതൃകയാക്കിയാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു നല്ല ഉപകാരമായിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നു. എന്തായാലും MK മുനീറിന്റെ ഈ ഇപ്പോഴുണ്ടായ കടബാധ്യത സ്വന്തം പാർട്ടി തന്നെ ഏറ്റെടുത്ത് അതിൽ നിന്നും തൽക്കാലം അദ്ദേഹത്തിന് താൽക്കാലിക ആശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും മറ്റും ഇനിയും നല്ലത് വരട്ടെ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രവർത്തന ശക്തിയോടുകൂടി വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. യെസ്, എന്തായാലും MK മുനീറിനുണ്ടായ 49-50 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന വലിയൊരു കടബാധ്യത അത് മുസ്ലിം ലീഗ് തന്നെ തീർത്തു കൊടുത്തു എന്നുള്ളതാണ്.
എം കെ മുനീർ ജനങ്ങൾക്കിടയിൽ വളരെ ജനകീയനായ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു നേതാവായിരുന്നു. അത്തരത്തിൽ പല പ്രശ്നങ്ങളും ഇടപെട്ട് അദ്ദേഹം തീർത്തിട്ടുമുണ്ട്. അതൊക്കെ നമ്മൾ പലകൂടി കണ്ടതുമാണ്. മുസ്ലിം ലീഗിൽ നിന്നും അല്ലെങ്കിൽ എം കെ മുനീറിനെ പോലെയൊരു നേതാവ് ഇത്തരത്തിൽ ഒരു കടബാധ്യതയിലേക്ക് നീങ്ങിയത് എങ്ങനെ എന്നതാണ് പലർക്കും ഒരു അത്ഭുതമായി മാറുന്നത്. എന്തായാലും എം കെ മുനീറിന്റെ അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഒഴിയുകയാണ്. മുസ്ലിം ലീഗ് തന്നെ പ്രശ്നത്തിൽ നിന്നും എം കെ മുനീറിനെ രക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏകദേശം 49 ലക്ഷം രൂപയാണ് ബാങ്കിലേക്ക് മുസ്ലിം ലീഗ് സ്വന്തം അക്കൗണ്ടിൽ നിന്നും അടച്ചിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയസുമൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.